എൻ്റെ പേര് കരോളി. പപ്പ ജോസ് ആൻ്റണി, അമ്മ ലൈസി ജോസ്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എലിക്കുളം ഇടവകയിൽ നിന്ന് വരികയാണ്. ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പം ഞാൻ പലതവണ അച്ഛനോട് ബന്ധപ്പെട്ട് എനിക്കെൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് കിട്ടിയ നിരവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 2024 ഡിസംബർ 1 വീക്ക് ഹോസ്റ്റലിൽ വെച്ച് ഞാൻ BCom സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിൻ്റെ ലാസ്റ്റ് എൻ്റെ പോറോ എൻ്റെ ഹോസ്റ്റലിൽ വെച്ചൊന്ന് ഇടിച്ചു. ജസ്റ്റ് ആ ഒരു പെയിനിൽ ഞാൻ നാട്ടിൽ വന്നതാണ്. ആ ടൈമിൽ എക്സ്റേ എടുത്തു, കഴുത്തിൻ്റെ സൈഡിലൊരു നോഡ് കണ്ടു. അങ്ങനെ ഫർദർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോട്ട്ചെയിൻ ലിംഫോമ എന്ന ക്യാൻസർ അന്ന് സ്ഥിരീകരിച്ചു, ഡിസംബർ 26-ാം തീയതി. അങ്ങനെ RCCയിലേക്ക് ജനുവരി 2-ാം തീയതി ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ പോയി. ട്രീറ്റ്മെൻറ്റിന് ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. എൻ്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എനിക്ക് 4 PET സ്കാൻ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഫസ്റ്റ് 2 PET സ്കാനിൻ്റെ റെസ്പോൺസ് നല്ല രീതിക്ക് ട്രീറ്റ്മെൻറ്റിനോടായിരുന്നു. തേർഡ് PET സ്കാൻ എടുത്ത ടൈമിൽ എൻ്റെ ക്യാൻസറിൻ്റെ സെൽസ് കൂടിയെന്നായിരുന്നു. കാരണം ആ റിപ്പോർട്ട് ഔട്ട് ഓഫ് RCC ആയിരുന്നു സ്കാൻ ചെയ്തത്, അവിടെ സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ അന്ന് മെയ് 9-ാം തീയതി ആയിരുന്നു. അന്ന് രാവിലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് അന്നൊരു വെള്ളിയാഴ്ച ഞാൻ അച്ഛനെ രാവിലെ വിളിച്ചു. എൻ്റെ കാര്യം ഞാൻ വളരെ വിഷമത്തോടെയാണ് അച്ഛനോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ആരാധനയെ കൊച്ചിനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടറിന് റിപ്പോർട്ട് കണ്ടത് എന്തോ മിസ്റ്റേക്കാണെന്ന് മനസ്സിലായി. ഫർദർ അവിടെ റേഡിയോളജി കൊടുത്തു. വൈകുന്നേരം അവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ആ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്. അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോയി. ജൂലൈ ലാസ്റ്റോടെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുൾ കംപ്ലീറ്റ് ആയി. ആ ഒരിതോടെ എൻ്റെ സെം 1 ഞാൻ എൻ്റെ കോളേജ് ബ്രേക്കായിരുന്നു. കാരണം സെം 2 എനിക്ക് ഒട്ടും കോളേജിൽ പോകാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു എൻ്റെ കീമോയുടെ ഇത് കാരണം. അപ്പം സെം 2ൻ്റെ എക്സാം നടത്താമെന്ന് കോളേജിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ്സിൽ പോവാതെ എനിക്ക് എങ്ങനെ എഴുതുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ആ ഒരു ടൈമിൽ അച്ഛനോട് വിളിച്ചു, ഞാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അങ്ങനെ എൻ്റെ കീമോയുടെ ടൈമിൽ തന്നെ ഏപ്രിൽ 22 മുതൽ മെയ് 9 വരെ ഞാൻ കീമോ എടുത്തിട്ടും എക്സാം എഴുതി. എക്സാം കഴിഞ്ഞ് നേരെ RCCയിലേക്ക് പോയി കീമോ എടുക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 76% ഞാൻ എൻ്റെ സെക്കൻഡ് സെം എക്സാം കംപ്ലീറ്റ്ലി ഞാൻ പാസ്സായി. എനിക്ക് ഓഗസ്റ്റ് മുതൽ ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ കോളേജിൽ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് റിവ്യൂ കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതി ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഓക്കെയാണ്. എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാനാട്ടച്ചനും ടീമങ്ങൾക്കും 1000 നന്ദി.